ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നീലാമരിയോ ഹെന്ന പൗഡറോ ഒന്നുമില്ലാതെ തന്നെ നല്ല നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനുള്ള ഒരു കിടില ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്ന കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ലതുപോലെ തഴച്ച് വളരാനും കരിഞ്ജീരകം നല്ലൊരു മരുന്നാണ്. അപ്പോൾ കരിഞ്ജീരകം ഞാൻ ഇവിടെ കുറച്ച് അളവിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ തയ്യാറാക്കുന്നില്ല, ഇവിടെ കുറച്ച് അളവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഉലുവ നമ്മുടെ മുടിയുടെ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ ഉലുവ നല്ലതാണ്. ഉലുവ തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം നമ്മൾ അതിൻ്റെ ആ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും മുടി നല്ലതുപോലെ തഴച്ച് വളരും. അതുമാത്രമല്ല, ആ മുടിയുടെ അഴുക്കൊക്കെ മാറ്റാൻ നമ്മൾ ഉലുവയും അതുപോലെ തന്നെ കറ്റാർ വാഴയും മിക്സ് ചെയ്ത് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിലും അഴുക്കെല്ലാം കളയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്നും നല്ലതുപോലെ വറുത്തെടുക്കണം. വറുക്കണമെന്ന് വെച്ചാൽ നല്ലതുപോലെ കരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇത് തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഉലുവ വറുത്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം നശിച്ചു പോകും. നമുക്ക് തീ കുറച്ച് വെച്ച് പതുക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. സമയമെടുത്ത് നമ്മൾ ഉലുവ വറുത്തെടുക്കുമ്പോൾ ആ ഒരു ഔഷധം എല്ലാം നമുക്ക് ആ ഉലുവയിൽ നിന്ന് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ഉലുവ വറുത്തെടുക്കുകയാണ്. ഇവിടെ നല്ലതുപോലെ കരിഞ്ഞ് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഞാൻ കൈയെടുക്കാതെ വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മുടി നല്ലതുപോലെ കറക്കാനും എല്ലാത്തിനും ഉലുവ നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്നും തയ്യാറാക്കുന്നില്ല, കുറച്ചളവിൽ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ ബാക്കിയിരിക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് കരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. വറുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ കരിഞ്ഞ് കിട്ടണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല കളറ് കിട്ടുള്ളൂ മുടിക്ക്. അപ്പം ഞാൻ ഇവിടെ ഉലുവയും കരിഞ്ജീരകവും കൂടി നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ആ ഒരു പുകയൊക്കെ വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ ഒരു പുക വരുമല്ലോ, അപ്പോൾ അതുവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ കണ്ടോ, ആ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ കരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് കരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. നെല്ലിക്ക മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പ് കിട്ടാനും എല്ലാത്തിനും നെല്ലിക്ക നല്ലൊരു ഔഷധമാണ്. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ആ ഒരു പുകയൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്ത ശേഷം ഇതിനെ നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും മുടിയില്ലാത്തവരും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നവർക്കും ഇത് സ്ഥിരമായിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ എത്ര നരച്ച മുടി നല്ലതുപോലെ കറുത്ത് കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് മുടി ഒട്ടും കറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കിതിലേക്ക് തേയില ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ അളവിൽ തേയിലപ്പൊടിയും 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആ വെള്ളം ഒരു അര ഗ്ലാസ്സെങ്കിലും ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തേയില നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് കണ്ടോ. നല്ലതുപോലെ ആ കളറ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തേയിലയൊക്കെ നമ്മുടെ തലമുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കാം. അപ്പം നേരത്തെ വറുത്ത് വെച്ച ആ കരിഞ്ജീരകവും ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു കറുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ തേയില ഒന്ന് വീട്ടി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് വീതം ചേർത്ത് കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാ പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വീതം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടും കട്ടകൾ പാടില്ല. അപ്പോൾ ഞാനവിടെ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് ആ ഒരു ഇരുമ്പ് ചട്ടിയിൽ വെച്ച് തന്നെ ഇതിനെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം.
അപ്പം ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ കുറുകി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം. കാരണം ആ ഒരു കട്ടിക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് തേയില ഒഴിച്ച് നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമുക്കിതിനെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. നമ്മളിത് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ നമുക്ക് തലയിൽ തേക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ കറുത്ത് നല്ലതുപോലെ കുറുകി കിട്ടിയിട്ട്. ഇതാകുമ്പോൾ ഒരു കെമിക്കലോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് തലയിൽ തേക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ കുറുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും കേട്ടോ. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഹെയർ ഡൈകൾ, കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ വാങ്ങിക്കാതെ ഇത് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ നല്ലതുപോലെ കറുത്ത നിറം കിട്ടും. മുടി നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും. ഇത് പിന്നെ ഒരു പ്രാവശ്യം ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഒരു കറുപ്പ് കിട്ടില്ല. നമ്മൾ കുറച്ച് ദിവസം ഇത് സ്ഥിരമായിട്ട് തേക്കണം കേട്ടോ. ഇത് എത്ര സ്ഥിരമായിട്ട് തേച്ചാലും കുഴപ്പമില്ലല്ലോ. നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആണല്ലോ. അപ്പോൾ ഇതിവിടെ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമ്മൾ തലയിൽ തേക്കുമ്പോൾ ഇതിൽ കുറച്ചും കൂടി തേയില വെള്ളം ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തലയിൽ തേക്കാവൂ. അപ്പോൾ നമ്മുടെ തലമുടിയിലുള്ള എണ്ണമയമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം മാത്രമേ ഇത് തേക്കാവൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തേക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും. നമ്മൾ തലയിലുള്ളൊക്കെ എണ്ണയൊക്കെ കളയാൻ വേണ്ടി നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ ഇത് ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ അരച്ച ശേഷം ആ ഒരു പാക്ക് തലയിലിട്ട് അതിൻ്റെ എണ്ണമയമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഈ ഒരു പാക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മുടിക്ക് കറുപ്പ് കിട്ടും കേട്ടോ. എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ തലമുടി കറുത്ത് കിട്ടില്ല. അപ്പോൾ മുടി നരയ്ക്കാത്തവർക്കും മുടി നരച്ചവർക്കും ഇത് നല്ലതുപോലെ തേക്കാവുന്നതാണ്. നരയ്ക്കാത്തവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇത് തേക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ കറുത്ത് പെട്ടെന്ന് മുടി നരയ്ക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് തലയിൽ തേക്കാനും നല്ലൊരു എളുപ്പമായിരിക്കും കേട്ടോ. അധികം വെള്ളമാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ. ഇനി നമ്മൾ തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഇട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ജലദോഷമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അധികം നേരം ഇടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇട്ടിരുന്നെന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ തലമുടിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.